ഉത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയം മുടക്കിയത് കാരണം നമ്മൾ നവീനാണെങ്കിൽ വേണുവിൻ്റെ അടുത്തും അനാമികയുടെ അടുത്തും ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവർക്കിപ്പം എന്തത്തിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ പോയി ആ ഒരു കല്യാണം മുടക്കാൻ വേണ്ടിയൊക്കെ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം നന്ദു ആണെങ്കിലും എന്തിനാ ഇപ്പോൾ പോയി ഇപ്പം ആ ഒരു വിവാഹ നിശ്ചയത്തിൻ്റെ ഇടയിൽ തന്നെ കേസ് എടുക്കാൻ പോയിട്ട് ഈ വിവാഹ നിശ്ചയം മുടക്കിയതിൻ്റെയൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ നമ്മളെ നവീൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവീൻ ചിന്തിക്കുന്നുണ്ട്, ഈ അനാമികയുടെ സ്വഭാവവും കാര്യങ്ങളെല്ലാം നന്ദുവിന് അറിയാലോ, പിന്നെ എന്തിനാ ഇപ്പോൾ ഈ നന്ദു ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണെങ്കിൽ നമ്മളെ നവീനാണെങ്കിൽ വേണുവിനെയും അനാമികയും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളെ വേണുവൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറേ നിങ്ങൾ ചുമ്മാ ചുമ്മാ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത്? അന്ന് ഞാനവിടെ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്, സാറിനാണെങ്കിൽ നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പം അതിന് വേണ്ടിയല്ലേ ഞങ്ങൾ ഇതിനകത്ത് ബലിയാടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ വേണു അനാമികയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവീൻ പറയുന്നത്, ആ നിങ്ങൾ പറഞ്ഞത് ശരിയൊക്കെ തന്നെ, എനിക്ക് നന്ദുവിനെ ഇഷ്ടമൊക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ചെയ്തത് ഏറ്റവും വലിയ മന്ദബുദ്ധരാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അവസരമായിരുന്നല്ലോ, നിങ്ങൾ പറയുന്ന അതേ പൈസ നിങ്ങൾക്ക് നഷ്ടപരിഹാരം നിങ്ങൾക്ക് മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കായിരുന്നല്ലോ. നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത കേസ് കൂടുന്ന സമയത്ത് ഈ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് അവിടെ കോടതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള രീതിയും കോമ്പൻസേഷനും കാര്യമെല്ലാം നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുമായിരുന്നല്ലോ. നിങ്ങൾ എന്ത് മന്ദബുദ്ധരാ കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ വേണുവിൻ്റെ അടുത്തും അനാമികയുടെ അടുത്തും നമ്മളെ നവീനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേണു പറയുന്നുണ്ട്, എന്തായാലും അനിയാണെങ്കിൽ അവൻ്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നവീൻ പറയുന്നത്, അതിന് നിങ്ങൾക്ക് കിട്ടും, ഓലൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വേണുവിൻ്റെ അടുത്തൊക്കെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അനാമിക പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ മനസ്സിരിപ്പും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നവീൻ പറയുന്നുണ്ട്, അതിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ തിരക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് അത് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഇനി ഏത് വഴിയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യം എനിക്കറിയാം, ആ ഒരു വഴി ഞാൻ കോടതിയിൽ സ്റ്റോപ്പ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളാ നവീനാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ വേണു പറയുന്നുണ്ട്, മോളെ ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും ചെയ്യുമോ, ഇയാളെ എന്തായാലും ദേഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നൊക്കെ നമ്മളെ വേണു പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളാ അനാമികയും പറയുന്നുണ്ട്, ശരിയാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇയാളാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പൈസയും കാര്യങ്ങളൊന്നും കിട്ടത്തതും ഇല്ലല്ലോ. കിട്ടിയില്ലെങ്കിൽ പിന്നെ അവസാനം നമുക്കാണെങ്കിൽ തൂങ്ങി മരിക്കാനായിരിക്കും നമ്മളെ വിധി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ അനാമിക. ആ സമയത്താണെങ്കിൽ നമ്മളെ അനിയാണെങ്കിൽ ആ വഴി പാസ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അനിയാണെങ്കിൽ കാണുന്നുണ്ട് കേട്ടോ നമ്മളെ നവീനാണെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് പോകുന്നതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ അനി ചിന്തിക്കുന്നുണ്ട്, ഇവരെന്താ ഇവരുടെ അടുത്ത് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു നമ്മൾ അനിയുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനി ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പം ഇവർ തമ്മിൽ ഇനി എന്തെങ്കിലും ഒത്തുകളി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ അനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇനിയിപ്പം ഇവരെല്ലാം കൂടെ ചേർന്ന് കളിച്ചിട്ടാണ് ഡിവോഴ്സിൻ്റെ ആ ഒരു കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. ഇനിയിപ്പം ഇവനിൻ്റെ ഡിവോഴ്സ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് നന്ദുവിനെ ഇവനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയാണോ ഇവനിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു സംശയങ്ങളും കാര്യങ്ങളും നമ്മുടെ അനിയുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. എങ്കിൽ ഞാൻ നന്ദുവിനെ ഇവനിക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്നൊക്കെ ഉള്ളൊരു വാശി നമ്മൾ അനിയുടെ മനസ്സിലും വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇനിയിപ്പം ഇവനെയോടൊന്ന് പിന്തുടർന്നിട്ട് ഇനി ബാക്കി കാര്യമുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവനും കൂടെ എന്നെ നിന്ന് ഇവര് കൂടെ നിന്ന് ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിനുള്ള നല്ല തക്കതായ മറുപടി ഞാൻ ഇവനിക്ക് കൊടുക്കുമെന്നൊക്കെ ഉറപ്പിച്ചിട്ട് നമ്മളെ അനിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എപ്പിസോഡായിട്ടൊക്കെ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.